പള്ളിയിൽ എല്ലാവരും കണ്ണടച്ചു നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. പൂർണ്ണ നിശബ്ദതയാണ്. പെട്ടെന്ന് ആ കൂട്ടത്തിൽ നിന്ന് ഒരു വിസിലടി. എല്ലാവരും അങ്ങോട്ട് നോക്കി. ഒരു കുട്ടിയാണ് വിസിലടിച്ചത്. പുരോഹിതൻ അവന്റെ അടുത്തേക്ക് നടന്നു വന്ന് ചോദിച്ചു, നീ എന്താ കാണിച്ചെന്ന് ചോദിച്ചു. ആ കുഞ്ഞു പറഞ്ഞു, കുറെ ദിവസമായിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കായിരുന്നു, ഇങ്ങനെ വിരൽ വെച്ച് വിസിലടിക്കുന്ന സമയത്ത് എനിക്കും ശബ്ദം പുറത്തേക്ക് വരണേന്ന്. കാരണം എന്റെ കൂട്ടുകാർക്കെല്ലാം അങ്ങനെ പറ്റുന്നുണ്ട്, അവരെന്നെ വല്ലാതെ കളിയാക്കും, എനിക്കതിന് കഴിവില്ല എന്നും പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കും എനിക്കും അത് പറ്റണം എന്ന്. പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്നും ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യും. ഇന്നാണ് ദൈവം എന്റെ പ്രാർത്ഥന കേട്ടത്. പക്ഷെ ഇതിനകത്തൊരു വലിയ പാഠമുണ്ട്. അവിടെയുള്ള മുതിർന്നവരെല്ലാം അവർ ചെയ്യുന്ന ബിസിനസ് സമർത്ഥമാവണമെന്നും അസുഖം മാറണമെന്നും അങ്ങനെയുള്ള പല കാര്യങ്ങളും പ്രാർത്ഥിക്കുന്നത് പോലെ ആ കുട്ടിക്കും അവന്റെ മനസ്സിലുള്ള കുഞ്ഞാഗ്രഹം നടക്കണമേ എന്ന് പ്രാർത്ഥിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ കുട്ടികളുടെ ആ മനസ്സ് ഒരു കാലത്ത് കുട്ടികളായിരുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. അവർക്ക് ഒരിക്കലും നമ്മളെപ്പോലെ ചിന്തിച്ച് മുതിർന്നവരെ പോലെ ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിയില്ല. അവരുടെ മനസ്സിനെ മനസ്സിലാക്കി അവരോടൊപ്പം ഇരിക്കുന്ന സമയത്ത് കുട്ടികളായിട്ട് മാറാൻ നമ്മളൊന്ന് മനസ്സ് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലെ അന്തരീക്ഷം മുഴുവൻ മാറ്റിയെടുക്കാൻ സാധിക്കും. അന്തരീക്ഷം മുഴുവൻ പോസിറ്റീവായിട്ട് മാറുകയും ചെയ്യും. Download ShareChat.